എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സിയു ബേബിക്കായിട്ട് ആമസോണിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് സാധനം. അപ്പൊ സിയു ബേബിക്ക് സന്തോഷമാവും കേട്ടോ. എന്നാ സിയു ബേബിക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടില്ലേ, നീളമുള്ള ബോക്സ് ആണ്. ഇത് സാധനം എന്താന്ന് വെച്ചാ, ഞാനിങ്ങനെ എന്താ പറയാ ടെന്റ് നോക്കി. അതില് ടെന്റ് എന്ന് വെച്ചാൽ വീട്, കുട്ടികൾക്ക് കളിക്കാനുള്ള ടെന്റ്. അപ്പൊ അതിൽ നോക്കിയപ്പോ എന്താ പറയാ ഒരുപാടുണ്ട് ഇഷ്ടപ്പെട്ട. അതില് മാഷ ഒരു കാർട്ടൂൺ ആണല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ് സി ബേബിക്ക്. അപ്പൊ അതിന്റെ ഒരു ടെന്റാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചിരിക്കണേ, അതായത് വീട്. അപ്പോ ടെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊക്കെ ടെന്റ് കെട്ടുന്നെന്ന് വെച്ചാൽ പണ്ട് കളിച്ചോണ്ടിരിക്കുമ്പോ ചെറിയ പ്രായത്തില് അപ്പുറത്ത് കൂട്ടുകാരിയായിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോ, കൂട്ടുകാരെന്ന് വെച്ചാൽ ഒരാളെന്നല്ല കേട്ടോ, 2-3 പേരൊക്കെ ഉണ്ടാവും. അപ്പൊ കളിച്ചോണ്ട് പറമ്പില്, അതായത് വീടിന്റെ തൊട്ടടുത്ത് കുറച്ച് പറമ്പൊക്കെ ഉണ്ടാവും. ആ പറമ്പില് നമ്മള് ചുള്ളിക്കമ്പൊക്കെ ഉണ്ടാവുമല്ലോ, വേലിക്ക് വെച്ചിരിക്കുന്ന കമ്പ്, അതുപോലെ എന്തെങ്കിലും ഒടിഞ്ഞ കമ്പുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ കമ്പുകളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളെല്ലാരും കൂടെ അമ്മയുടെ സാരി, അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഷോള്, അതുപോലെ മുണ്ട്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ട്, അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചാക്ക് വെച്ചിട്ട് ടെന്റ് കെട്ടാറുണ്ട്. ചാക്ക്, അങ്ങനെ പ്ലാസ്റ്റിക് ചാക്കൊക്കെ വെച്ചിട്ട്, പിന്നെ എന്താ പറയാ കറിയും ചോറും ഒക്കെ വെച്ച് കളിക്കാറുണ്ട്. അത് ശരിക്കും ശരിക്കും ഒരു വല്ലാത്ത ഫീലാട്ടോ. അതൊന്നും ഇനി ഉണ്ടാവില്ല. വർഷങ്ങൾക്ക് മുന്നേ അത് സംഭവിച്ച ഒരു കാര്യം. ഒന്നും സിയു ബേബി ശരിക്കും പറഞ്ഞ സി ബേബി അതൊന്നും അനുഭവിച്ചില്ല. കാരണം വീട്ടിനുള്ളിലാണ്. സിയു ജനിച്ചതിന് ശേഷം കോവിഡിന്റെ പ്രശ്നങ്ങളായതോടുകൂടി 2 വർഷവും സി ബേബിക്ക് ഒന്നും പുറത്തിറങ്ങി കളിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലോട്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ ഒരു ടെന്റ് ശരിക്കും പറഞ്ഞാൽ വീട്ടിനുള്ളിൽ വെച്ച് കളിക്കാൻ പറ്റുന്ന ഒരു വീട് എന്ന് പറയേണ്ടി വരും. അതൊക്കെ ഞങ്ങൾ പറമ്പിലായിരുന്നു. ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ അത്. അപ്പൊ സിയു ബേബിക്കായിട്ട് നമ്മൾ ടെന്റ് മേടിച്ചിട്ടുണ്ട്, അത് വീടിനുള്ളിൽ വെക്കാൻ പറ്റിയത്. അപ്പൊ അത് എന്തൊക്കെയാ, അത് എങ്ങനെയൊക്കെയാ വെക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം അല്ലെ. അപ്പം നമുക്ക് പെട്ടി പൊട്ടിക്കാം. അതിനായിട്ട് നമ്മുടെ സ്ഥിരം എടുക്കുന്ന പോലെ നമ്മുടെ ക്രാഫ്റ്റ് കട്ടർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊട്ടിച്ചിട്ട് ആദ്യം തന്നെ നോക്കുമ്പോൾ പൈപ്സും ജോയിൻസും ഒക്കെ ഉള്ളൂ, വേറെ ഒന്നും കണ്ടില്ല. അപ്പം ഞാൻ വെച്ചാൽ ഇത് എങ്ങനെ വെക്കുമെന്ന് ആലോചിച്ചിട്ടാ. ഈ പൈപ്പ് മാത്രം നോക്കുമ്പോൾ ഉള്ളി കൈയിട്ടപ്പോഴാണ് സംഭവം ഷീറ്റൊക്കെ വന്ന് ബില്ലൊക്കെ കിട്ടി. സംഭവം അതിൻ്റെ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ള ആ ഒരു പേപ്പർ കിട്ടിയത്. ഇത് നമ്മൾ കബോർഡ് വാങ്ങിച്ചില്ലേ, അത് നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഏകദേശം അതൊക്കെ തന്നെയാണ്. അത് ഈ ഒരു പേപ്പർ നോക്കിയിട്ട് വേണം നമ്മളിത് ജോയിൻ ചെയ്യാനായിട്ട്. അത് കാണാത്തുണ്ടെങ്കിൽ കണ്ടു വെക്കും കേട്ടോ. കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ടോയ്സ് ആയാലും ക്രാഫ്റ്റ് ആയാലും നമ്മുടെ തുണികളായാലും വെക്കാൻ പറ്റിയ ചെറിയ കബോർഡ് അടിപൊളി സാധനമാണ് കേട്ടോ. ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ സിയുവിൻ്റെ തുണികളും അതുപോലെ കുറച്ച് ടോയ്സും പിന്നെ നമ്മുടെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഡെയിലി എടുക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഷീറ്റ്, ഈ പൈപ്പ് മാത്രമല്ല ഈ ഒരു ഷീറ്റ്, ഇതാണ് സംഭവം. ഇതിലാണ് നമ്മുടെ മാഷക്കുട്ടി ഇരിക്കുന്നത്. മാഷ ദബയ ഇരിക്കുന്ന സംഭവം ഈ ഒരു ഇതിലാണ് കേട്ടോ. ഈ ഒരു ഷീറ്റിലാണ് എല്ലാം. കണ്ടില്ലേ, ഇതാണ് നമ്മൾ ആ ഒരു കൂടാരം ഒരുക്കേണ്ട, അതായത് വീട് ഉണ്ടാക്കേണ്ട ടെൻറ്റ് റെഡിയാക്കേണ്ട ഷീറ്റ്. ഇത് നല്ല കട്ടിയുണ്ട് കേട്ടോ. പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കട്ടിയുണ്ട്. നമ്മൾ ബാനറൊക്കെ ചെയ്യില്ലേ, അതുപോലത്തെ ഒരു മെറ്റീരിയലാണെന്ന് തോന്നുന്നു കേട്ടോ സാധനം. സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായി അടിപൊളിയാണ്. വലിയ ആ ഒരു കാർട്ടൂൺ കാണുന്ന ഫീലാണ് കേട്ടോ. എല്ലായിടത്തും ഉണ്ട് മാഷക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. സിയു ചിറ്റാന്നാണ് കേട്ടോ വിളിക്കുന്നത്. ചിറ്റാന്നാണ് വിളിക്കുന്നത് മാഷേൻ്റെ കുറുമ്പുകളൊക്കെ കണ്ടിട്ട് ചിറ്റാന്നാണ് വിളിച്ചുകൊണ്ട് നടക്കുന്നത്. പിന്നെ ഇത് ജോയിൻ ചെയ്യാനായിട്ട് നോക്കി വേണം ജോയിൻ ചെയ്യാൻ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പൈപ്പും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ കുട്ടിക്കുറുമ്പം വന്നിട്ട് ഓരോന്ന് അവൻ തന്നെ അതിൽ റെഡിയാക്കാൻ നോക്കുക. ഞങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യം. നമ്മൾ ചെയ്യുമ്പോൾ ഓരോന്ന് ആ ഒരു പൈപ്പ് ഓരോ കളറ് പറഞ്ഞ് അവൻ തന്നെ എടുത്ത് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നാലും കരച്ചിലും ബഹളവും അവന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വാശിയൊക്കെ വന്നു. എന്നാലും നമ്മൾ ചെയ്ത് കുറച്ച് നോക്കിയിട്ടാണ് ചെയ്തത്. ഏത് കളറാണ് വെക്കണേന്നുള്ള ഒരു സംശയത്തിലാണ് ഞങ്ങൾ ഇരുന്നത് കേട്ടോ. ഏത് കളറാണ് എവിടെയാണെന്നുള്ളത് നോക്കിയോ. 1-2 വട്ടം തെറ്റിയൊക്കെ ചെയ്തു, എന്നാലും വീണ്ടും നമ്മൾ ശരിയാക്കി എടുത്തു.
എന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് വെക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ ടെൻറ്റ് നമ്മൾ കമ്പും കോലും ഒക്കെ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്, കയറൊക്കെ വെച്ച്. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് പൈപ്പൊക്കെ വെച്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള പൈപ്പുകളാട്ടോ. മഞ്ഞ, പച്ച, നീല ഒക്കെ ഉള്ള, ചുമപ്പ് ഒക്കെ ഉള്ള കളർഫുൾ ആയിട്ടുള്ള പൈപ്പുകൾ ജോയിൻ ചെയ്ത് വെക്കുക. എളുപ്പ പരിപാടിയാട്ടോ ഇത്, എളുപ്പ പരിപാടിയാണ്. നമ്മൾ കയറിട്ട് കെട്ടാനോ ഷോള് അതുപോലെ തന്നെ ചാക്കുകളൊന്നും വേണ്ട. എല്ലാ പരിപാടിയും അടിപൊളിയായിട്ട് നടക്കും. സംഭവം എളുപ്പമാണ്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. അതെ, ഇതിപ്പോൾ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെയാണ് സാധനം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിലൂടെ ഓടുക. അത് ചെയ്യാൻ സമ്മതിക്കണില്ല. അവന് അതിന് ആദ്യം ഇരിക്കണം. അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു കേട്ടോ. മാഷനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം വേറെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ കയറുകയാണ്. ഞങ്ങൾ നോക്കുമ്പോൾ ഉള്ളിലൂടെ കയറി കഴിഞ്ഞു. അതിൻ്റെ ശരിക്കുള്ള വാതിലിലൂടെ അല്ല അവൻ കയറുന്നത്. അവന് ഒരു ഷീറ്റിൻ്റെ അടിയിലൂടെ കയറുക, ഇറങ്ങുക ചെയ്യാൻ സമ്മതിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവൻ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചിരിയും കളിയും. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം. അവനിഷ്ടമായി. അപ്പം നമ്മളിത് ലാസ്റ്റ് ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ഷീറ്റ് കവർ ചെയ്ത് കൊടുക്കുന്നത്, മുകളിൽ നിന്ന് താഴത്തേക്ക് വലിച്ച് അതിൻ്റെ ജോയിനിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അടിപൊളി പരിപാടിയാണ്, അടിപൊളി സാധനമാണ്. കുറച്ച് ഷീറ്റ് നല്ല കട്ടിയാണ് കേട്ടോ, അത്രയാണ്, പെട്ടെന്നൊന്നും കീറില്ല. അപ്പോൾ ഇതേ കണ്ടില്ലേ, വാതിലൊക്കെ ഇങ്ങനെ ചുരുട്ടി വെക്കാം, ഫോൾഡ് ചെയ്ത് വെക്കാം. ഇതാണ് നമ്മുടെ ടെൻറ്റ്. സാധനം സൂപ്പറാണ്. പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്, ഇരുന്ന് കളിക്കാൻ. അപ്പം തന്നെ ഇത് വെച്ച പാടെ ഒരു ബാസ്ക്കറ്റിൽ ഇരുന്ന ടോയ്സ് മൊത്തം എടുത്ത് അതിനകത്ത് കയറ്റി അത് ഫുള്ളാക്കുകയാണ്. ആ ടോയ്സിനുള്ള സ്ഥലമാണെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു അതിലേക്ക് നിറച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് ആ ടോയ്സ് മൊത്തം. എന്നിട്ട് അതിനകത്ത് കയറി ഇരിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ പറഞ്ഞു അവനിരിക്കാനുള്ളതാണ്, ടോയ്സിനല്ല എന്ന് പറഞ്ഞിട്ട് എവിടെ ഒന്നും കേട്ടില്ല. എല്ലാ ടോയ്സും കയറ്റി വെച്ചിട്ട് അതിനുള്ളിൽ കയറി ഇരിപ്പായി. ഇതാണ് പരിപാടി. എനിക്കൊന്ന് ടോയ്സിനുള്ള സ്ഥലമായി മാറിയെന്ന് തോന്നാം ടെൻറ്റ്. എന്തായാലും സംഭവം സൂപ്പറാണ്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് പുറത്തൊന്നും സെറ്റ് ചെയ്യേണ്ട, അകത്ത് തന്നെ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നമ്മുടെ ചാരു സർക്കിളിലും പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, അത് കാണാത്തിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.